ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസിലെ യൂണിറ്റ് 11 നമ്മൾ എടുക്കുന്നത്. യൂണിറ്റ് 11 വരുന്നത് ഗ്ലോബൽ എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്നുള്ള ഭാഗമാണ്. നിങ്ങൾക്കറിയാം, എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ എക്സാം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവായിട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇതിൽ വൈഡായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് ആ ഒരു ഒബ്ജക്റ്റീവ് മോഡിലുള്ള ഒരു പഠനമാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം 50 മാർക്കിൻ്റെ എക്സാമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസിൽ ആഗോളതലത്തിൽ നമ്മളെ പാരിസ്ഥിതികമായിട്ട് എൻവിയോൺമെൻറ്റലായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ പറയുന്ന കാര്യം നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുമാണ്. ആഗോളതാപനം അതേപോലെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലേ, ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് ഓഫ് എ പ്ലേസ് ഓവർ ലോങ് പീരിയഡ് ഓഫ് ടൈം. കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പീരിയഡിൽ വരുന്നൊരു ചേഞ്ചാണ് അല്ലേ, അല്ലാതെ നമുക്ക് ഷോർട്ട് ടൈം പീരിയഡിൽ വരുന്ന ഒരു ചേഞ്ച് അല്ല. ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താണ്, പല രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ട്രോപ്പിക്കൽ ലെവൽ, സബ് ട്രോപ്പിക്കൽ, കോണ്ടിനെൻ്റൽ, ആർക്റ്റിക്, ഇങ്ങനെ പല കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ പറയുന്നുണ്ട്. പല സ്ഥലത്ത് പല രീതിയിലുള്ള ക്ലൈമറ്റുകളാണ് ഉണ്ടാവുക. ഇപ്പം നമ്മളെ ഇന്ത്യയിൽ ഇത്രയും ഓരോ സംസ്ഥാനങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെന്താണ്, സമുദ്രനിരപ്പിന് ഉയരമുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് തണുപ്പ് കൂടുതലാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഓരോ മേഖലയെ സോണിനെ നമ്മൾ എടുക്കുമ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റിൽ ഒരുപാട് ചേഞ്ചസുകൾ വരുന്നുണ്ട്. ഓരോ ഏരിയകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റിൽ ഒരുപാട് ചേഞ്ചസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ച്. ഇത് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഏതാണ് വിച്ച് ആർ ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എൻവിയോൺമെൻറ്റിൽ. അപ്പോൾ നമ്മളെ ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, മീഥൈന്, ഓസോണ്, ക്ലോറോ ഫ്ലോറോ കാർബൺസ് ആർ വാട്ടർ വേപ്പേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ആർ കോൾഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതായത് ഇതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസുകളായിട്ട് നമ്മൾ പറയാം, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന വാതകങ്ങളായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ്? കാർബൺ ഡയോക്സൈഡ്, മീഥൈന്, അതേപോലെ ഓസോണ്, ക്ലോറോ ഫ്ലോറോ കാർബൺസ്, വാട്ടർ വേപ്പേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഓർ കോൾഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസുകളായിട്ട് നമ്മൾ പറയുന്നത് അല്ലേ. ഇപ്പോൾ ഈ ഗ്യാസസുകളെല്ലാം നമുക്കറിയാം എന്താണ്, നമ്മളെ ഈ ഒരു ആഗോളതാപനം അല്ലെങ്കിൽ ചൂട് കൂടാനുള്ള എഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ചൂട് ഉണ്ടാവുന്ന വാതകങ്ങളാണ് ഇതെല്ലാം അല്ലേ. നമ്മുടെ ഈ ഒരു കാർബൺ ഡയോക്സൈഡ് ആണെങ്കിലും മീഥൈൻ ആണെങ്കിലും ഓസോണും ക്ലോറോ ഫ്ലോറോ കാർബൺസൊക്കെ അതിന് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്യാസസിനെ അല്ലെങ്കിൽ വാതകങ്ങളെ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളടുത്ത് എന്താണ്, നമ്മൾ ഒരുപാട് വലിച്ചുവാരി പറയുന്നില്ല, നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ നമ്മൾ പറയുന്നുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടോക്കോളിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടോക്കോളിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇതും ചോദിക്കാറുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോട്ടോക്കോളിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. The parties to the UNFCCC adopted the Kyoto Protocol in 1997, which requires the developed countries and economies in transition to reduce their overall emissions of greenhouse gases by 5.2% below 1990s levels. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ നമ്മൾ കൊണ്ടുവരുന്നത്? നമ്മുടെ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റൂൾസൊക്കെ കൊണ്ടുവരാമെന്ന് പറയില്ലേ, അതുപോലെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട നമ്മുടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണിത് UNFCCC
അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പ്രോട്ടോക്കോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്നിവിടെ പറയുന്നത്. എന്താ UNFCC എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നാഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ. ഇവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടോക്കോളിനെയാണ് നമ്മൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. 1997 നമ്മുടെ ഈ ഒരു പ്രോട്ടോക്കോൾ വന്നിട്ടുള്ളത്. ഇത് ചോദിക്കാറുണ്ട്, ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. UNFCC അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോളാണ് നമ്മുടെ UNFCC എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ UNFCC അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ക്യോട്ടോ പ്രോട്ടോക്കോളാണ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തുമായി റിലേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ക്ലൈമറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നമുക്ക് പറയുന്ന മറ്റൊരു ഏരിയ ആണെന്ത്, ഓസോൺ ലെയർ ഡിപ്ലീഷനെ കുറിച്ച്. നമുക്കറിയാം ഈ ഓസോൺ ലെയറിനെ അല്ലെങ്കിൽ ഓസോൺ പാളികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഓസോൺ പാളികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷൻസ്, ഈ ഓസോൺ ലെയറിന് വരുന്ന ഡിപ്ലീഷൻസ്, അതിന് കേടുപാടുകൾ വരിക, അതിന് ഒരു തകർച്ച വരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. You know that our earth is surrounded by enveloped atmosphere that contains nitrogen, oxygen, carbon dioxide, ozone, water vapors, dust, particles on many other substances emitted as a result of human activities. നമുക്കറിയാം അല്ലേ, നമ്മൾ മനുഷ്യരുടെ പ്രവൃത്തി മൂലം അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് വാതകങ്ങൾ അല്ലേ, ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഓസോണും വാട്ടർ വേപ്പേഴ്സും ഡസ്റ്റും പാർട്ടിക്കിൾസൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് എമിറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ എമിറ്റ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 സോൺ അല്ലേ. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിൽ നമ്മൾ 3 സോണുകളായിട്ട് നമ്മൾ പറയാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, ഇങ്ങനെ നമ്മൾ പല സോണുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ പല സോണുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തെ നമ്മൾ പല മേഖലയായിട്ട് അല്ലെങ്കിൽ പല സോണുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഈ ഓസോൺ ലെയർ ഉണ്ട് അല്ലേ. ഈ ഓസോൺ ലെയർ പ്രസൻറ്റ് ഇൻ ദിസ് റീജിയൻ, അതായത് ഓസോൺ ലെയർ എവിടെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. നമ്മൾ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓസോൺ പാളി എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ പ്രദേശത്താണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ഇൻ ദിസ് റീജിയൻ, ഈ റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് എന്താണ്, ഈ ഓസോൺ ലെയർ എന്ന് നമ്മൾ പറഞ്ഞു എന്താണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓസോൺ ലെയറിൽ ഒരുപാട് കേടുപാടുകൾ വരുന്നുണ്ട്. നമ്മൾ ഓസോൺ ലെയറിൽ ഒരുപാട് കേടുപാടുകൾ വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മൂലം നമ്മുടെ വാഹനങ്ങളുടെ ഒരുപാട് പുകകൾ, അതേപോലെ നമ്മൾ കത്തിക്കുന്ന ഒരുപാട് പൊല്യൂഷൻസ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ അന്തരീക്ഷത്തിൽ ഈ ഇതെല്ലാം വാതകങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഇതിൻ്റെ അംശങ്ങളെല്ലാം കൂടിക്കൂടി അതെന്ത് ചെയ്യുന്നുണ്ട്, ഓസോൺ ലെയറിൽ ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, ദിസ് സോൺ ലെയർ ഓഫ് ദ സ്ട്രാറ്റോസ്ഫിയർ അബ്സോർബ് അബൌട്ട് 99% ഓഫ് ദ അൾട്രാ വയലറ്റ് സോളാർ റേഡിയേഷൻസ്. നമുക്കറിയാം സൂര്യനിൽ നിന്നുള്ള മുഴുവൻ റേഡിയേഷൻസും നമ്മളെ ഭൂമിയിലേക്ക് എത്തുന്നില്ല അല്ലേ. ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഓസോൺ ലെയർ എന്ത് ചെയ്യുന്നത്, 99% അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലേ. ദ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഹാവ് വേവ് ലെങ്ത് ബിറ്റ്വീൻ 0.1 nm ആൻഡ് 0.4 nm. It can be further subdivided into UVA, UVB, UVC in the increasing order energy. അതായത് സൂര്യനിൽ നിന്നുള്ള ഈ ഒരു പ്രകാശത്തെ നമ്മൾ പല കാറ്റഗറി ആയിട്ട് വെച്ചിട്ടുണ്ട്. UVA റേഡിയേഷൻസ് ഒന്ന്, UVB, UVC എന്ന് പറഞ്ഞ പല കാറ്റഗറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. The UVB and UVC are highly energetic and are dangerous to the life of Earth. അതായത് നമ്മുടെ ഈ ഒരു UVB റേഡിയേഷനും UVC റേഡിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എനർജറ്റിക് ആണ്. ഇത് നമ്മളെ സൂര്യനിൽ നിന്ന് നേരിട്ട് നമ്മളെ ഭൂമിയിലേക്കോ അല്ലെങ്കിൽ നമ്മളെ ഒരു എന്താ പറയുക, നമ്മളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ്. വെറാസ് UVA ഈസ് ലീസ്റ്റ് എനർജറ്റിക് ആൻഡ് ഈസ് നോട്ട് ഡേഞ്ചറസ്. UVA റേഡിയേഷൻസ് എന്തല്ല, അത്ര ഡേഞ്ചറസ് അല്ല എന്നാണ് നമ്മൾ പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ പറയുന്നുണ്ട് യു വി എ ഈസ് നോട്ട് അബ്സോർബ്ഡ് ബൈ ദ ഓസോൺ ലെയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ വെറാസ് മോസ്റ്റ് ഓഫ് ദ യു വി ബി അബ്സോർബ്ഡ് ആൻഡ് ഇസ് ഓൺലി 2% to 3% റീച്ചസ് ടു സർഫേസ് ഓഫ് ദ എർത്ത്. അതായത് നമ്മൾ യു വി എ റേഡിയേഷൻസ് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ യു വി ബി റേഡിയേഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓസോൺ ലെയർ അബ്സോർബ് ചെയ്തിട്ട് 2%ഓ 3%ഓ ആണ് മാത്രം എവിടെ എത്തുന്നത്, നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്. ദ ഓസോൺ ലെയർ ആക്ട് ആസ് എ ഫിൽട്ടർ ഫോർ യു വി ബി റേസ് ആൻഡ് പ്രൊട്ടക്ട് അസ് ഫ്രം ഹാംഫുൾ എഫക്റ്റ് ഓഫ് യു വി റേഡിയേഷൻസ്. അപ്പോൾ നമ്മൾ ഓസോൺ ലെയറിൻ്റെ ഡ്യൂട്ടി എന്താണ്, ഈ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു റേഡിയേഷനെയൊക്കെ, ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റിനെയൊക്കെ നമ്മളെ ഭൂമിയിലേക്ക് എത്തിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു പാളിയായിട്ട് നിലനിൽക്കുകയാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഓസോൺ ലെയറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. യു വി സി ഈ അബ്സോർബ്ഡ് ബൈ ഓക്സിജൻ ആൻഡ് ഓൾസോ ബൈ ഓസോൺ ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ. അതേപോലെ യു വി സി ആണെങ്കിലും യു വി ബി റേഡിയേഷൻസ് രണ്ടിനെയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഭൂമിയിലേക്ക് എത്താതെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മനുഷ്യൻ്റെ ഇടപെടൽ മൂലം എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മുടെ ഓസോൺ ലെയറിന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുകയും നമ്മളെ ഭൂമിയിൽ ചൂട് കൂടുകയും ചെയ്യുന്നുണ്ട്. കാരണം അതിന് ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ച് ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചൂട് കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ ഈസ് മെഷേർഡ് ഇൻ. ഈ ഓസോണിനെ നമ്മൾ എങ്ങനെയാണ് മെഷേർഡ് ചെയ്യുന്നത്, എന്താണ് അതിനുള്ള യൂണിറ്റ്, ഡോപ്സൺ യൂണിറ്റ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഡി യു യൂണിറ്റ് എന്നാണ് നമ്മളിവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളെ ഈ ഒരു ഓസോൺ ലെയറിനെ നമ്മൾ മെഷർ ചെയ്യുന്നതിന് എന്താ നമ്മൾ വിളിക്കുന്നത്, നമ്മുടെ യൂണിറ്റ് അല്ലെങ്കിൽ ഡോപ്സൺ യൂണിറ്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഡോപ്സൺ യൂണിറ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് In 1974, Mario Molina and F. Sherwood Rowland suggested that chlorofluorocarbons, CFCs, are responsible for ozone depletions. ഇവിടെ 1974 രണ്ട് വ്യക്തികൾ പറയുന്നുണ്ട്, മരിയോ മോളിനെയും അതുപോലെ ഷെർവുഡ് റോളണ്ടും സജസ്റ്റ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ ഈ ഓസോൺ പാളികൾക്ക് കേടുപാട് വരുന്നതിന് കാരണമാകുന്നത് ഏതാണ്, ക്ലോറോ കാർബൺസ് ആണ്, CFCs എന്ന് പറയും. ഈ ക്ലോറോ കാർബൺസ് കാരണമാണ് നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിലെ ഓസോൺ ഡിപ്ലീഷൻ വരുന്നത് എന്നാണ് പറയുന്നത്. ദ CFC were used as a propellants in spray can used for packaging, shaving creams, hair spray, deodorants, paints, insecticide, etc. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലോറോ കാർബൺസ് മെയിനായിട്ട് നമ്മൾ ഏതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, സ്പ്രേകളിൽ, അതേപോലെ നമ്മൾ ഷേവിങ് ക്രീംസുകൾ, ഹെയർ സ്പ്രേ, അതേപോലെ ഡിയോഡോറൻസ്, പെയിൻറ്റ്സ്, നമ്മളെ ഇൻസെക്ടിസൈഡ്, ഇതിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫ്ലോറോ കാർബൺസിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ നമ്മൾ CFCs ഓൾസോ ഫൈൻഡ് യൂസ് ഇൻ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, ബ്ലൗയിങ് ഫോംസ്, ഇവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ ഫ്രിഡ്ജിലാണെങ്കിലും എയർ കണ്ടീഷനിങ്ങിലായാലും ബ്ലൗയിങ് ഫോംസിലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫ്ലോറോ കാർബൺസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഈ ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ഉപയോഗം നമ്മൾ കൂടിയത് കൊണ്ട് തന്നെ ഈ ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഫ്ലോറോ കാർബൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഏതാണ് റെസ്പോൺസിബിൾ ഫോർ ഓസോൺ ഡിപ്ലീഷൻസ്, ഓസോൺ ഡിപ്ലീഷൻസിന് കാരണമായിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മീഥേന് കൊടുക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കാം, ഫ്ലോറോ കാർബൺസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഏതാണ്, ഫ്ലോറോ കാർബൺസ് ആണ് നമ്മുടെ ഈ ഒരു ഓസോൺ ഡിപ്ലീഷൻസിന് കാരണമാകുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഓസോൺ ലെയറുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടോകോൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ഓസോൺ ലെയറുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടോകോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു എഗ്രിമെൻറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് നമ്മൾ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനെക്കുറിച്ച്, നമ്മുടെ ക്ലൈമറ്റ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള പ്രോട്ടോകോളിനെയാണ് നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് നമ്മൾ പറയുന്നത്. The depletion of the ozone layer is a matter of concern worldwide.
An international convention was held in Vienna on March 22, 1985, which led to an international agreement on 16th September 1987 known as Montreal Protocol. അതായത് ഓസോൺ ലെയർ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ട് നമ്മളെ എന്താ പറയുക ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് എന്ത് ചെയ്തു നമ്മളെ മാർച്ച് 22 വിയന്നയിൽ എന്ത് ചെയ്തു സംഘടിപ്പിച്ചു. പിന്നീട് നമ്മൾ 1985 എന്ത് ചെയ്തു ഇത് ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആയിട്ട് അതായത് ഈ ഒരു നമ്മുടെ ഈ ഒരു ഓസോൺ ലെയർ ഡിപ്ലീഷൻസുമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻ്റ് ആയിട്ട് 1987 നമ്മൾ സെപ്റ്റംബർ 16 എന്ത് ചെയ്തു ഇത് നമ്മൾ ഒരു എഗ്രിമെൻ്റ് ആയിട്ട് നമ്മൾ മോൺട്രിയൽ പ്രോട്ടോകോൾ ആൻഡ് സബ്സ്റ്റാൻസസ് ദാറ്റ് ഡിപ്ലീറ്റ് ദ ഓസോൺ ലെയറിനെ കുറിച്ചുള്ള ഒരു ക്യോട്ടോ പ്രോട്ടോകോളായിട്ട് വന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് നമ്മളിവിടെ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും പറഞ്ഞു. അതേപോലെ ഇവിടെ നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ക്ലൈമറ്റുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു കേസാണിത് ആസിഡ് റെയിൻ, അമ്ലമഴ അല്ലേ. ആസിഡ് റെയിനെ കുറിച്ച് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അമ്ലമഴ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആസിഡ് റെയിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? To understand acid rain, we have to first know what is meant by an acid. According to Arrhenius' definitions of acid and bases, acid are those substances which release hydrogen ions in aqueous solutions, and acids can be described strong or weak. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസിഡ് റെയിനെ കുറിച്ചാണ്, അമ്ലമഴയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താ അമ്ലമഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മനുഷ്യർ ഇതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൺ ആക്ടിവിറ്റീസിലൂടെ ഇവിടെയുള്ള ഒരുപാട് പൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സൾഫ്യൂരിക് ആസിഡ്, അതേപോലെ നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വായുവിൽ കലരുന്നുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ മഴയുമായി കണക്ട് ചെയ്തിട്ട് ഇതെല്ലാം മഴയുമായിട്ട് എന്ത് ചെയ്യാണ് കലരുമ്പോൾ അത് എന്താണ് നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആസിഡ് റെയിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ മനുഷ്യൻ്റെ പ്രവൃത്തി മൂലമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അമ്ലമഴക്കൊക്കെ കാരണമുണ്ടാവുന്നത്. കാരണം നമ്മളിവിടെ ചെയ്യുന്ന നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ ഒരുപാട് വിഷവാതകങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ വിഷവാതകങ്ങൾ മഴ പെയ്യുമ്പോൾ മഴയുടെ കൂടെ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൽ ആസിഡ് റെയിനെ കുറിച്ച് പറയുന്നത്. ഇതിലൊരുപാട് ഇതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഷോർട്ടായിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മളിവിടെ പറയുന്നുണ്ട്, ഇതിൻ്റെ മെയിനായിട്ട് പറയുന്നത് എഫക്റ്റ് ഓഫ് ആസിഡ് റെയിൻ. അതായത് നമ്മൾ ആസിഡ് റെയിൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള അല്ലെങ്കിൽ എന്തൊക്കെ എഫക്റ്റുകളാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. എന്തൊക്കെയാണ് ആസിഡ് റെയിൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നത്. ദ pH വാല്യൂ ഓഫ് ആസിഡ് റെയിൻ വാട്ടർ ഈസ് എറൗണ്ട് ദർ ആർ മെനി ഡാമേജിങ് എഫക്റ്റ് ഓഫ് സച്ച് അസിഡിക് വാട്ടർ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വെള്ളം ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് എഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് നമ്മൾ പറയുന്നത് എഫക്റ്റ് ഓൺ ക്രോപ്സ് ആൻഡ് പ്ലാന്റ്സ്. നമ്മുടെ ക്രോപ്സുകൾക്കും പ്ലാന്റ്സുകൾക്കൊക്കെ അത് ബാധിക്കുന്നുണ്ട്. ദ ആസിഡ് റെയിൻ ഹാസ് detrimental effect on crops and forests. The acid rain can dissolve important minerals and nutrients present in the soil bacteria and fungi that play important role in the nutrient cycling and nitrogen fixation are also affected. Thus soil fertility is reduced and plant growth is affected. ഇങ്ങനെയുള്ള മഴ ഭൂമിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടും. അതേപോലെ തന്നെ നമ്മുടെ സോയിൽ ഫെർട്ടിലിറ്റി നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളെ മിനറൽസ്, ന്യൂട്രിയൻസ് ഇതെല്ലാം നമ്മളെ മണ്ണിൽ പ്രസൻ്റ് ആണ്. ഇതിനെയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആസിഡ് റെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ വളർച്ചയെയൊക്കെ ബാധിക്കുന്ന ഒന്നാണ് ഇത് ആസിഡ് റെയിൻ. അപ്പോൾ ആസിഡ് റെയിൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് വൺ നമ്മൾ പറയുന്നത് എഫക്റ്റ് ഓൺ വാട്ടർ ബോഡീസ് ആൻഡ് അക്വാട്ടിക് ലൈഫ്. നമ്മൾ ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പുഴയിലോ തടാകങ്ങളിലോ ഒക്കെ വെള്ളമുള്ള കുളങ്ങളിലൊക്കെ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം വീഴുന്ന സമയത്ത് എന്താ സംഭവിക്കുക, വാട്ടർ ബോഡീസ് ലൈക്ക് ലേക്സ്, റിവേഴ്സ് ആൻഡ് പോണ്ട്സ് ആർ ഓൾസോ എഫക്റ്റഡ് ബൈ ദ ആസിഡ് റെയിൻ. The accumulation of acid in them over a period of time lower to pH and affect the aquatic plants and animals.
Many aquatic plants are different types of fish have different tolerance levels for such conditions and hence cannot survive. ഇങ്ങനെയുള്ള ഈ വെള്ളം ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മുടെ വെള്ളത്തിൽ ജീവിക്കുന്ന പ്ലാന്റ്സുകൾക്കായാലും അതേപോലെ ഫിഷുകൾക്കൊന്നും സർവൈവ് ചെയ്യാൻ കഴിയൂല. കാരണം അത് ഈ വെള്ളവുമായി മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പി എച്ച് ക്വാളിറ്റി കുറയുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കാണെങ്കിലും അല്ലേ പ്ലാന്റ്സിനാണെങ്കിലും അവർക്കൊരു പി എച്ച് വാല്യൂ അല്ലെങ്കിൽ ഒരു പി എച്ച് ഉണ്ട് അല്ലേ, അതിനനുസരിച്ച് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു അമ്ലമഴ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, എഫക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. നമ്മൾ മനുഷ്യരിൽ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? The gases is responsible for the acid rain and the acid present in acid rain can affect human health, especially the lungs and respiratory systems. നമ്മളിലും ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ലങ്സിനെ ബാധിക്കും. അതേപോലെ തന്നെ നമ്മളെ ശ്വാസകോശത്തെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ നമ്മളെ ശ്വസനത്തെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ആസ്മ, അലർജി ഇങ്ങനെയുള്ള പ്രോബ്ലംസുകളൊക്കെ ആളുകളിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യരിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എഫക്റ്റ് ഓൺ മെറ്റീരിയൽസ്. ഇനിയിപ്പോൾ നമ്മൾ മനുഷ്യരിൽ, മൃഗങ്ങളിൽ, പ്ലാന്റ്സുകളിലൊക്കെ പറഞ്ഞു. ഇനി മെറ്റീരിയൽസിന് എന്തെല്ലാം കേടുപാടുകൾ ഉണ്ടാവും? ആസിഡ് റെയിൻ ഓൾസോ ഡാമേജസ് ബ്രിഡ്ജസ്, ബിൽഡിംഗ്, സ്റ്റാറ്റ്യൂസ് ആൻഡ് മോണ്യുമെൻറ്റ്സ്. അപ്പോൾ നമ്മളെ ബിൽഡിങ്ങുകൾക്ക് ഇങ്ങനെയുള്ള മഴ വീണ് കഴിഞ്ഞാൽ ബിൽഡിങ്ങിന്, അതുപോലെ നമ്മുടെ ഈ ഒരു ബ്രിഡ്ജിന്, സ്റ്റാറ്റ്യൂസിനൊക്കെ ഡാമേജ് വരുമെന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ കോസ് കൊറോഷൻസ് ഓഫ് മെറ്റൽ പെയിൻസ് അല്ലേ. മെനി ഹിസ്റ്റോറിക് മോണ്യുമെൻറ്റ്സ് ആർ അണ്ടർ കെയർഫുൾ വാച്ച് നൗ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നമ്മുടെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് ചരിത്ര സ്മാരകങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അമ്ലമഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു ഇത്തരം മെറ്റീരിയൽസിനും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് വരുന്നുണ്ട്. ഇത്തരം മെറ്റീരിയൽസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അമ്ലമഴയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് 11 നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ യൂണിറ്റ് 11 നമ്മുടെ എന്താണ് ഈ ഒരു ആഗോള തലത്തിലുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഭാഗങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ഗ്ലോബൽ എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ്, ആഗോള തലത്തിലുള്ള എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലീഷൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, ഓസോൺ ലെയർ ഡിപ്ലീഷൻസിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആസിഡ് റെയിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് 11 നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇതിൽ വരുന്ന 2-3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ പറഞ്ഞു ക്ലൈമറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോട്ടോക്കോളാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലീഷൻസുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളിനെ വിളിക്കുന്നതാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻസിന് കാരണമാകുന്നത് ആരാണ്, ക്ലോറോ ഫ്ലോറോ കാർബൺസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.